ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രഹത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് നേരിട്ട് പോയി സ്ഥാപിക്കാത്ത, നേരിട്ട് പോയി സുവിശേഷം പറയാത്ത ഒരു സഭയാണ് കൊലോസിയയിലുള്ള സഭ. എന്നാൽ പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ രക്ഷിക്കപ്പെട്ടതായ ദൈവഭക്തനായ പൗലോസ് മാതൃകയുള്ള പല ദൈവദാസന്മാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ മാതൃകയായി ജീവിക്കുന്നവനെന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയ എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നതായ ആ പ്രിയ ദൈവദാസൻ പോയി പ്രസംഗിച്ച് സ്ഥാപിച്ച സഭയാണ് കൊലോസിയയിലുള്ള സഭ. എന്നാൽ ആ കൊലോസിയയിലുള്ള സഭയിൽ ശുശ്രൂഷകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണത്തിന് വിരുദ്ധമായ ചില ദുരുപദേശങ്ങൾ ചില ആളുകൾ അവിടെ കൊണ്ടുവന്ന് വിതയ്ക്കുകയും ഈ ദുരുപദേശങ്ങൾ പലരെയും സ്വാധീനിക്കുകയും ചെയ്തപ്പോൾ ദൈവദാസനായ എപ്പഫ്രോദിത്തോസ് വളരെ വിഷമത്തോടെ തന്റെ രക്ഷയിലേക്ക് നയിച്ച ആത്മീയ ഗുരുവായ പൗലോസിന്റെ അടുത്ത് വന്ന് അവിടെ നടക്കുന്നതായ ഈ ദുരുപദേശങ്ങളെ കുറിച്ച് പൗലോസിനെ ബോധ്യപ്പെടുത്തുകയും ആ ദുരുപദേശങ്ങൾക്കുള്ള മറുപടിയായിട്ട് അയച്ച പൗലോസ് കൊടുത്ത ലേഖനമാണ് ഈ കൊലോസ്യ ലേഖനം. ദൈവത്തിന്റെ മകനായ യേശുക്രിസ്തുവിൽ സർവ സമ്പൂർണതയും തികഞ്ഞിരിക്കുന്നു എന്ന് ദൈവ സഭയെ പഠിപ്പിക്കുവാനാണ് ഈ ലേഖനത്തിലൂടെ ശ്രമിക്കുന്നത്. ഈ ലേഖനത്തിന്റെ ഏറ്റവും കാതലായ വാക്യം, എഴുതുന്നതിന്റെ ലക്ഷ്യം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആകാശത്തിന്റെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു, പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയെ കർത്താവിന്റെ മുമ്പിൽ പ്രത്യാശയോടെ നിൽക്കാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ്. പ്രത്യാശയുടെ സുവിശേഷമാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ അവന്റെ മുമ്പിൽ നിൽക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ അവന്റെ മുമ്പിൽ നിൽക്കും. ഇത് പറയാനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. ദൈവമക്കൾക്ക് ആവശ്യമായ, അത്യാവശ്യമായ, ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആത്മീയ ഗുണമാണ് അവർ സ്ഥിരതയുള്ളവരായിരിക്കണം, അവർ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം, അവർ നിലനിൽക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ പിശാച് ദൈവമക്കളെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഇളക്കമില്ലാത്ത ഒരു സമയം ഈ പ്രപഞ്ചത്തിലില്ല. നിങ്ങൾ ഏത് സമയം പോയി നോക്കിയോ, എല്ലായിടത്തും കുറച്ച് ഇളക്കം. കാരണം ഒരു സമയം പിശാച് വെറുതെ വിടത്തില്ല, എവിടെങ്കിലും ഇളക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് ഇളക്കമില്ലാതെ ഒരു സഭ ഈ പ്രപഞ്ചത്തിലില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ എല്ലാ സഭയിലും ഇളക്കമുണ്ടെങ്കിലും എല്ലാ സഭയിലും സ്ഥിരതയോടെ നിൽക്കുന്നവരുമുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെട്ടവരാകാനാണ് നമ്മോട് പറഞ്ഞത്. ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിൽ ഒരു പടമൊക്കെ ആയിട്ടൊരു ഒരു വാഴ, 2 മൃഗങ്ങൾ തമ്മിൽ ഈ വാഴയുടെ മണ്ട വേണോ ചെവിട് വേണോ, അതിലെ ഒരു മൃഗം മുയലാണെന്ന് തോന്നുന്നു, ഒന്ന് കുരങ്ങനാണ്, അതെനിക്കറിയാം. മറ്റേത് മുയലാണോ ഇല്ലയോ ഇപ്പൊ ഓർക്കുന്നില്ല. ആമയും മുയലും അല്ല, അതല്ല ആ സംഭവമല്ല. ആമയും കുരങ്ങുമാണ്. ഓ ശരി, താങ്ക് യു. അപ്പോൾ ഈ കുരങ്ങൻ പറഞ്ഞു, മേളോട്ട് കിളിച്ച് നിൽക്കുന്നത് ഇതിന്റെ വാഴയുടെ മണ്ടയാണ്, അതുകൊണ്ട് കിളിച്ചു വരണമെങ്കിൽ ഈ മണ്ടയാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എനിക്ക് വാഴയുടെ മണ്ട മതി എന്ന് പറഞ്ഞ് ഈ കുരങ്ങൻ ആ വാഴയുടെ മണ്ട എടുത്തുകൊണ്ട് പോയി നല്ലവണ്ണം പോയി കൃഷി ചെയ്തു. ബാക്കി കാര്യം നമുക്കറിയാമല്ലോ. എന്നാൽ ആമ അതിന്റെ ആ ചെവിട് ഭാഗം, മാണം ഉൾപ്പെടുന്ന ആ ഭാഗം കൊണ്ടുപോയി കൃഷി ചെയ്തു. കർത്താവിന് സ്തോത്രം. പിന്നെ എന്താണ് കിളിച്ചു വന്നെന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ ഞാനും ഒക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കൃഷിയൊക്കെ എന്റെ കൃഷി എന്ന് പറയുന്നത് ചെടികളൊക്കെ കൊണ്ട് നടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ നടുമ്പോൾ ഉള്ളൊരു കുഴപ്പം, ഇടയ്ക്കിടയ്ക്ക് ചെന്നത് മാന്തി നോക്കുന്നു, പൊക്കി നോക്കും, ഇതിന്റെ വേര് താഴോട്ട് വന്നോ, ഇത് വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് പൊക്കി നോക്കും. പിന്നെയും കൊണ്ടുവന്ന് വെക്കും. പിന്നെ 5-6 ദിവസം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി നോക്കും. അപ്പൊ അത് ആ കൃഷിയുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. അത് അങ്ങനെ വളരാൻ പോകുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളരുന്നുണ്ടോ എന്ന് പൊക്കി നോക്കിയാൽ പിന്നെ വളരത്തില്ല. അത് ഇതേപോലെ തന്നെ ഈ അസ്ഥിരന്മാരായ ദൈവമക്കൾ അവരൊരിക്കലും വളരത്തില്ല. ഓരോ ആഴ്ചയും ഒരു ചെടി പൊക്കി പൊക്കി നോക്കിയിട്ട് പിന്നെ താത്തു വെച്ചാൽ ആ ചെടിയിൽ നിന്ന് വളർച്ച ഉണ്ടാകത്തില്ല. എല്ലാ വർഷവും ഒരു തെങ്ങ് മാറ്റി മാറ്റി നട്ടാൽ ആ തെങ്ങയിൽ തേങ്ങ ഉണ്ടാകത്തില്ല. 2 ഇലയൊക്കെ കാണുമായിരിക്കും, പക്ഷെ അത് തേങ്ങ ഉണ്ടാകത്തില്ല. വല്ല ഫലവും കായ്ക്കണമെങ്കിൽ സ്ഥിരമായിട്ട് നട്ടടത്ത് അതിനു വേണ്ട പരിപാലനം നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നെങ്കിലേ അത് ഫലം കായ്ക്കത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവം ദൈവമക്കളായ നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് സ്ഥിരമായി നിൽക്കാനും വളർന്ന് ദൈവത്തിന് കൊടുക്കേണ്ട ഫലം കൊടുക്കാനുമാണ്. അതുകൊണ്ട് വേറൊട്ടുമുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കണ്ട. കിളിർപ്പ് കാണുമ്പോ അറിയാം വേരോടുന്നുണ്ടെന്ന്, മേളോട്ട് കിളിർപ്പ് അറിയാം വേരോടുന്നുണ്ടെന്ന്. പിന്നെ അതുമല്ല, കുറെ കാലം കഴിയുമ്പോൾ ഫലം അതിനകത്തുണ്ടാകും. അതാണ് നമുക്ക് തെളിവ്. സ്തോത്രം. വളരുക, ഇലകൾ ഉണ്ടാകും. നീ എന്ത് ഇല മാത്രമേ ഉണ്ടെങ്കിൽ അന്നേരം മനസ്സിലാക്കുന്നു ഇത് ശരിയായ വളർച്ചയല്ല. ഇല ഉണ്ടാകാനൊരു സമയം, ഫലം കായ്ക്കാനൊരു സമയം. ഇല ഉണ്ടാകേണ്ടപ്പോൾ ഇല ഉണ്ടാവുകയും ഫലം കായ്ക്കേണ്ട സമയമാകുമ്പോൾ ഫലം കായ്ക്കുകയും ചെയ്യുന്നതാണ് വളർച്ചയുള്ളത്. കർത്താവിന്റെ സ്തോത്രം. അതിന് സ്ഥിരത ഉണ്ടായിരിക്കണം. ദൈവമക്കളോട്, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ഗ്രൗണ്ടഡ് ആണ്, നിങ്ങളെ ഉറപ്പിച്ചു വെച്ചേക്കുന്നതാണ് സുവിശേഷം. നിങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതല്ല സുവിശേഷം. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഇളകാതിരിക്കുന്നതാണ്. പിന്നെ അത് അടിസ്ഥാനപ്പെട്ടതാണ്. അതിങ്ങനെ മാറി മാറി മാറ്റി മാറ്റി വെക്കാൻ പറ്റുന്ന ഒന്നല്ല. നിങ്ങൾ കേട്ട സുവിശേഷം, വേറെ സുവിശേഷത്തിന്റെ പുറകെ പോകരുത്. വേറെ സുവിശേഷം ഒന്ന് ആഗ്രഹിക്കരുത്. വേറെ ഒന്നിന്റെ പിന്നാലെ ഇത് കൊള്ളാമോ എന്ന് നോക്കരുത്. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് ദൈവ പൈതൽ ഇളകാതിരിക്കണം, അടിസ്ഥാനപ്പെട്ടിരിക്കണം, സ്ഥിരത ഉണ്ടായിരിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അങ്ങനെ വരാതെ വന്നപ്പോഴാണ്
പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എടുത്ത് കൊലോസിയിലെ ദൈവമക്കളെ അടുത്ത് അവരുടെ വിശ്വാസവുമായിട്ട് ഇളക്കാൻ സാധ്യതയുള്ള കുറെ ദുരുപദേശങ്ങളുമായിട്ട് വന്നു. അത് രണ്ടു കൂട്ടരാണ് വന്നത്. ഒന്ന് യഹൂദന്മാരിൽ തന്നെയുള്ള കുറെ കൂട്ടരും, രണ്ടാമത് ഈ ഇന്ത്യ രാജ്യത്തിലെ മിസ്റ്റിസിസം അല്ലെങ്കിൽ ഓറിയന്റൽ മിസ്റ്റിസിസം എന്ന് പറയും. ദൈവത്തോട് അടുക്കാൻ ഇന്ന കാര്യങ്ങളൊക്കെ കൂടെ വേണം. അത് കൂടുതലും ബുദ്ധിസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ രണ്ട് പ്രമാണങ്ങളെ കൊണ്ടാണ് ഇവിടെയുള്ളതായ ദൈവമക്കളെ വിശ്വാസത്തിൽ നിന്ന് ഇളക്കാനായിട്ട് ശ്രമിച്ചത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ആ ഇളക്കാതെ ഇരിക്കാൻ വേണ്ടി പൗലോസ് അവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണരാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പല പ്രാവശ്യവും പറഞ്ഞിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ തുടർമാനം, ആകയാൽ 6-ാം വാക്യം, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. മുമ്പേ പറഞ്ഞതിന്റെ ബാക്കി, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനെ ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുവിൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ യേശു പരിപൂർണനാണ്. ആ യേശുവിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ എന്താണ് ചെയ്യേണ്ടത്? അവനിൽ വേരൂന്നുക, ആത്മീയ വർധന പ്രാപിക്കുക, നിങ്ങൾ ഉപദേശിച്ചു തന്നതിനെ ഒത്തവണ്ണം ഉറച്ചു നിൽക്കുക. വേറെ ഒരു ഉപദേശത്തിന്റെ പുറകെയും പോകരുത്. അവനിൽ തന്നെ വേരൂന്നേണ്ടതാണ് ആവശ്യം. വേറെ എന്തെങ്കിലും എവിടെന്തെങ്കിലും കിട്ടുകയല്ല ആവശ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോവാ. ക്രിസ്ത്യാനിത്വത്തിനകത്ത് ഇനി പുതിയ തലമൊന്നുമില്ല. നമുക്ക് ആരുടെയും പുതിയ തലം വേണ്ട. നമ്മളെ ആർക്കും പുതിയ തലത്തിലോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്തിൽ സ്ഥാപിച്ചവൻ തന്നെ ഇത് പരിപൂർണമാക്കി വെച്ചിട്ടുണ്ട്. പുതിയ തലമൊന്നും നമുക്കിനി ആവശ്യമില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടി വേദോസത്തിൽ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ചു നാൾ കഴിയുമ്പോ പെന്തക്കോസ്ത് സഭ മാറിയിട്ട് വേറെ ഒരു പുതിയ സഭ ഉണ്ടാവുമെന്ന്. ഞാൻ അതിനകത്ത് വിശ്വസിക്കുന്നില്ല. ഇനി ഒരു പുതിയ സഭ ഉണ്ടാകത്തില്ല. ഇനി ഒരു പുതിയ സഭ ഉണ്ടായാൽ അതൊരു ദുരുപദേശ സഭയായിരിക്കും. എന്തുകൊണ്ടാണ് പുതിയ പുതിയ സഭകൾ ഉണ്ടായി വന്നത്? പുതിയ പുതിയ സഭകൾ ഉണ്ടായി വന്നത് ഉപദേശത്തിന്റെ പൂർണ്ണത ഉണ്ടാകാഞ്ഞതുകൊണ്ട്. എന്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് ചെയ്തത് മാർട്ടിൻ ലൂതർ? ഉപദേശത്തിന്റെ അധപ്പതനം ഉണ്ടായത് കൊണ്ടാണ് മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റ് ചെയ്തത്, പ്രൊട്ടസ്റ്റന്റ് സഭ ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സിൽ നിന്ന്, ഈസ്റ്റേൺ ചർച്ചിൽ നിന്ന് മർത്തോമ സഭ പുറത്തിയാടിയത്? അതിനകത്തിലെ ഓർത്തഡോക്സിന്റെ പല കാര്യങ്ങളും ദൈവപ്രമാണത്തിന് വിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉണർവിന് വേണ്ടി പുറത്തിയാടിയത്. എന്തുകൊണ്ടാണ് അതിനകത്തുനിന്ന് പത്യക്കാർ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കാർ മുന്നോട്ട് വന്നത്? കുറച്ചു കഴിയുമ്പോൾ മർത്തോമാ സഭയിലും ഇറങ്ങി പുറപ്പെട്ട പലതും നഷ്ടപ്പെട്ടത് കൊണ്ടും ഇറങ്ങി പുറപ്പെട്ടതിനകത്ത് എല്ലാത്തിനകത്തും കിട്ടേണ്ടതില്ലാഞ്ഞു കൊണ്ടുമാണ്. ഇനി അതിനകത്തുനിന്ന് എങ്ങനെയാണ് ബ്രദറുകാർ വന്നത്? വിശുദ്ധിയുടെ പ്രാധാന്യം ദൈവസഭ കൊടുക്കേണ്ടതുപോലെ കൊടുക്കാഞ്ഞത് കൊണ്ട് വന്ന ഹോളിനെസ് മൂവ്മെന്റ് ആണ് അവര്. അതിൽ നിന്നാണ് പെന്തക്കോസ്ത് വന്നത്. ഇതിനകത്തിൽ എങ്ങും കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാത്ത ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം അതുവരെ കൊടുക്കാഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിന്റെ ദാസനായ ഞാൻ നിങ്ങളോട് ഇപ്പൊ ഇവിടെ വന്നിട്ട് പറയുക, ഈ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന സകല ഉപദേശവും ഇന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി ഒരു പുതിയ ഉപദേശം മറഞ്ഞ് ഇതിനകത്ത് എങ്ങും കിടപ്പില്ല.
ഈ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഫിലദൽഫിയ ഫുൾ ഗോസ്പൽ ചർച്ച് വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഞാൻ ഇല്ലായിരിക്കാം, അത് വേറൊരു കാര്യം. പക്ഷെ ഈ സഭ വേണ്ടാന്ന് വെച്ചിട്ടില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ ഈ സഭയെ പാസ്റ്ററായിട്ടിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല വേദവാക്യങ്ങളും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഈ സഭയിൽ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ സഭയുടെ പാസ്റ്ററാകത്തില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നോ ആ എഴുതിയിരിക്കുന്നതെല്ലാം അതുപോലെ പറയാനും പഠിക്കാനും ഗ്രഹിക്കാനും പ്രസംഗിക്കാനും ജീവിതത്തിൽ സ്വന്തമാക്കുവാനും നമുക്ക് എല്ലാവർക്കും ദൈവം അവസരം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി പുതിയൊരു സഭ ഉണ്ടാകട്ടെ. ആർക്കെങ്കിലും ദൈവമക്കൾക്ക് പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രാപിച്ചോളൂ. ഇവിടുന്ന് വേറെ ഒരു സഭയിലോട്ട് പോയാൽ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയൊരു ഇതുവരെ ഉണ്ടായതുപോലെ ഒരു സഭ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടായാൽ ദൈവമക്കൾ കെയർഫുൾ ആയിരിക്കണം, വളരെ സൂക്ഷ്മത ഉണ്ടായിരിക്കണം, അബദ്ധങ്ങൾ ചെന്ന് ചാടരുത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് തന്നെ അപ്പോസ്തലന്മാരിലൂടെ ദൈവമക്കളോട് അരുളി ചെയ്തത്, നിങ്ങൾ കേട്ടതിൽ നിങ്ങൾക്ക് ലഭിച്ച യേശുവിൽ നിങ്ങൾ വേരൂന്നുക. അതാണ് വേണ്ടത്. നിങ്ങളുടെ വേര് താഴോട്ടിറങ്ങട്ടെ. നിങ്ങൾ നിൽക്കുന്ന ആത്മീയ പ്രകാശത്തിൽ ഉറച്ചവരാകട്ടെ, അടിസ്ഥാനപ്പെട്ടവരാകട്ടെ, ഇളകാൻ അനുവദിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും കേൾക്കുമ്പോൾ, പുതിയത് കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകാതിരിക്കാൻ തക്ക ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ദൈവവേദനയുടെ പ്രത്യേകതയാണ്, അവൻ പ്രാപിച്ചത് എന്താണെന്ന് അവനറിയാം. അവന് ദൈവം നൽകിയ സുവിശേഷം എന്താണെന്നറിയാം. അവന്റെ കയ്യിൽ ഇരിക്കുന്ന വിശുദ്ധ പ്രമാണം എന്താണെന്നറിയാം. അവന്റെ പാത ഏതാണെന്ന് അവനറിയാം. അവൻ പോകുന്ന പാത ശരിയാണെന്നും അവന് ഉറപ്പുണ്ട്. കർത്താവിന് സ്തോത്രം. നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പോകേണ്ട പാതയിലൂടെ നടത്തുന്നതാണ്. നമുക്കൊരു ഗൈഡുണ്ട്, നമുക്കൊരു ഇടയനുണ്ട്, നമുക്കൊരു ഷെപ്പേർഡുണ്ട്. ഇസ്രായേൽ മക്കളെ വിളിച്ചപ്പോഴും എന്നെയും നിങ്ങളെ വിളിച്ചപ്പോഴും ദൈവം നൽകിയ ഒന്നാമത്തെ വാഗ്ദത്തം, ഞാൻ നിന്നെ നടത്തും. നമുക്ക് നടത്താൻ വേറൊരാൾ വേണം. നമുക്ക് തന്നെ നടക്കാൻ കഴിവുള്ളവരല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ നടത്തും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിന്നെ നടത്തണമെങ്കിൽ നീ എന്നിൽ വേരൂന്നണം, അടിസ്ഥാനപ്പെടണം, ഇളകാതിരിക്കണം. എന്റെ മൂത്ത പെങ്ങള് 22ാമത്തെ വയസ്സിൽ അവളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും 48ാമത്തെ വയസ്സിലാണ് അവൾക്കൊരു കുഞ്ഞുണ്ടായത്. അപ്പൊ 48ാമത്തെ വയസ്സിൽ അവൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ വേണ്ടി ആ ഫസ്റ്റ് ബർത്ത്ഡേയുടെ സമയത്ത് ഒരു സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞു, കഴിഞ്ഞ 26 വർഷം മക്കളില്ലാതെ ജീവിച്ചു. എന്നാൽ ആ 26 വർഷത്തിലും ഒറ്റ ദിവസം പോലും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നില്ല. 26 × 365 ഒറ്റ ദിവസം പോലും പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. അതാണ് സ്ഥിരത എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വലിയ ചൂടോടെ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, കുറച്ച് കഴിയുമ്പോൾ ചൂട് കുറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കും, കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന അങ്ങ് നിൽക്കും. അത് അസ്ഥിരന്മാരാണ്. സ്ഥിരതയിൽ വിശ്വാസത്തിനും കോട്ടം സംഭവിച്ചു. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. കർത്താവിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ അല്ല കർത്താവ് വിളിച്ച് നടത്തുന്നത്. കർത്താവ് വിളിച്ച് നടത്തുന്നത് സ്ഥിരതയുള്ളവരാണ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒറ്റ പ്രാർത്ഥനയ്ക്ക് തന്നെ ദൈവം തരും. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാതെ ദൈവം തരും. ചില കാര്യങ്ങൾ 1 കൊല്ലം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം തരുന്നത്. ചില കാര്യങ്ങൾ 30 കൊല്ലം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവം തരുന്നത്. ഈ 30 കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒരു കാര്യം തരാതിരുന്നാലും ഒരു ദൈവവേദന ഇളകരുത്. അടിസ്ഥാനപ്പെട്ട് ഉറച്ചിരിക്കണം. ഫൗണ്ടേഷനിൽ തന്നെ നിൽക്കണം.
അതിനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മുടെ കർത്താവിനെ നമ്മൾ അങ്ങനെ രുചിച്ചറിഞ്ഞവരായിരിക്കണം, ഇളകരുത്, ഉറച്ചവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഇനി വേറെ ഒരു പ്രമാണം നമുക്ക് എന്തൊന്നും കിട്ടാനില്ല, വേറെ ഒരു ഉപദേശം നമുക്ക് എന്തൊന്നും കിട്ടാനില്ല, വേറെ ഒരു അനുഭവം നമുക്ക് വരെ തരാനില്ല. എന്നാൽ നാം പ്രാപിച്ച അനുഭവത്തിൽ സ്ഥിരതയോടെ മുന്നേറേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് എന്നും ഈ ഉപവസിക്കാൻ താല്പര്യമുണ്ട്, എന്നും പ്രാർത്ഥിക്കണം. എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് മതിയാകുന്നില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി പ്രസംഗിക്കണമെന്ന് വലിയ താല്പര്യമൊന്നും എനിക്കില്ല, അത്യാവശ്യമുള്ളവർ പ്രസംഗിക്കണമെന്നില്ല. പക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. കർത്താവിന് സ്തോത്രം. ആ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കർത്താവിനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ആത്മീയാനുഭവങ്ങൾ പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അത് പിന്നെയും പിന്നെയും പ്രാപിക്കണമെന്നും ഞാൻ പ്രാപിച്ച് ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്നും ഇനി ഒരുപാട് പ്രാപിക്കാൻ കിടക്കുന്നെന്നുമുള്ള നല്ല ബോധമുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് പ്രാപിച്ചതിൽ വേരൂന്നി മുന്നേറുക. എവിടെയെങ്കിലും കേൾക്കുന്നതിന്റെ ഒന്നും പിന്നാലെ നമ്മൾ പോകുന്നവരായിരിക്കരുത്. കർത്താവിന് സ്തോത്രം. നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം. ദൈവം നമുക്ക് വന്നിരിക്കുന്നത് വിശുദ്ധ പ്രമാണമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് പൂർണ്ണ, നമ്മുടെ ചർച്ചിന്റെ പേര് തന്നെ ഫുൾ ഗോസ്പൽ എന്ന, ബാക്കിയൊക്കെ നമ്മൾ വെച്ചിട്ടില്ല. സമ്പൂർണ്ണമാണ് നമ്മുടെ സുവിശേഷം, സമ്പൂർണ്ണമാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ, സമ്പൂർണ്ണമാണ്. മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത് സമ്പൂർണ്ണമാണ്. യേശു സമ്പൂർണ്ണമാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. നമ്മുടെ രക്ഷകൻ സമ്പൂർണ്ണനാണ്. അവൻ തുടങ്ങിയത് പൂർത്തീകരിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് ഇളകാതെ സ്ഥിരതയുള്ളവരായി, അടിസ്ഥാനപ്പെട്ടവരായി, വേരൂന്നി ചാഞ്ചാട്ടമില്ലാത്തവരായി പ്രാപിച്ചതിൽ പിന്നെയും നിലനിന്ന് പുതിയ അനുഭവങ്ങളെ അതേ പാതയിൽ നിന്ന് മുന്നേറി 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 എന്നെ നിങ്ങളെല്ലാം കർത്താവ് വളരാനാണ് വിളിച്ചത്. കർത്താവിന് സ്തോത്രം. നമ്മളെല്ലാവരും വളരണം. ഹല്ലേലൂയ. ഒരു താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞ് അടുത്ത താങ്ക്സ് ഗിവിംഗ് ആയി പുറകോട്ട് നോക്കണം. കർത്താവ് കഴിഞ്ഞൊരു വർഷം കൊണ്ട് എനിക്ക് എന്നെ വ്യത്യാസം ഉണ്ടായി. ഹല്ലേലൂയ. എന്നെ വിളിച്ച ദൈവം, എന്നെ വിളിച്ച നാളും ഞാൻ ഇത്രയും നാൾ നടന്നതും കൂടെ വ്യത്യാസം എന്തുമാണ് എന്നിൽ ഉണ്ടായിരിക്കുന്നത്. എന്റെ വളർച്ച എന്തുണ്ട്, എന്റെ മുന്നേറ്റം എന്തുണ്ട്, എന്നിൽ ഫലം കായ്ക്കുന്നതിന് എന്ത് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. പൗലോസ് ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിന്റെ ഉറപ്പ്, വിശ്വാസത്തിന്റെ ഉറപ്പ് സ്തോത്രത്തിൽ കവിയുന്നത്. ഒരു ദിവസം ചിന്തിച്ചു നോക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പൊ ഇവിടെ നോക്കിയോ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എത്ര നേരം സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമുക്ക് സ്തോത്രം പറയാൻ കഴിയുന്നില്ല. കഴിയാത്തത് എന്താണ്? നമുക്ക് സ്തോത്രത്തിൽ കവിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് എന്തുമാത്രം സ്തോത്രം പറയാനുള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറുള്ളതിൽ നമ്മൾ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി സമയങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളുടെ ഇടയ്ക്ക് സ്തോത്രം പറയാനുള്ള അവസരമുണ്ട്. നമ്മളെല്ലാവരും കുറെ സമയം ഡ്രൈവ് ചെയ്യുന്നവരാ. ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സ്തോത്രം പറയാം. അന്നേരം വേണ്ടി നമുക്ക് ക്രിസ്ത്യൻ പാട്ടിനുണ്ട്, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കാം. പക്ഷെ പ്രസംഗം കേട്ടാലും പാട്ട് കേട്ടാലും സ്തോത്രം പറയണം. അതുകൊണ്ട് പ്രസംഗം കേട്ടില്ലെങ്കിലും പാട്ട് കേട്ടില്ലെങ്കിലും അന്നേരം സ്തോത്രം പറയണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ കുറിച്ച് എന്ത് പറയുന്നത്? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു, സ്തോത്രത്തിൽ ഒരിടത്ത് വേര് ഉറയ്ക്കുന്നു, ഒരിടത്തുനിന്ന് കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രത്തിൽ കവിയണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? സംതൃപ്തി വേണം. ഞാൻ പോകേണ്ടുന്ന വഴിയിലാണ് ഇപ്പോ പോകുന്നത്, ഞാൻ നിൽക്കേണ്ടിടത്താണ് നിൽക്കുന്നത്, ഞാൻ നീങ്ങേണ്ടത് പോലെയാണ് നീങ്ങുന്നത്, കർത്താവിനെ വിളിക്കനുസൃതമാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഈ അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിലേ സ്തോത്രത്തിൽ കവിയാൻ പറ്റുന്നു. ഹല്ലേലൂയ. നന്ദി പറയണമെങ്കിൽ എന്ത് വേണം? സംതൃപ്തി വേണം. സംതൃപ്തി ഇല്ലാത്ത മനുഷ്യനെ നന്ദി പറയാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പണ്ടൊരു കഥ കേട്ടതിന്റെ ഓർമ്മയും, ഒരു രാജാവ് പരസ്യം ചെയ്തു, എന്റെ മോളുടെ കല്യാണം. അപ്പോൾ ഈ രാജാവിന്റെ കൊട്ടാരത്തിനടുത്തൊരു നദിയുണ്ട്.
അവിടെ നിൽക്കുന്നവരൊക്കെ വർത്താൻ പറയാതിരിക്കണം. ആ നദിയിൽ ഒത്തിരി ചീങ്കണ്ണിയുണ്ട്, മുതല. രാജാവ് പറഞ്ഞു, ഈ നദിയിൽ കൂടെ നീന്തി അക്കരെ കയറുന്നവന് ഞാൻ എന്റെ മകളെ വരേണ്ടി കൊടുക്കും, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പകുതി വേണേലും കൊടുക്കാം. അപ്പം മിടുക്കന്മാരെല്ലാം വന്നു നിന്നു. പക്ഷെ വന്നു നിന്ന് രാജാവിന്റെ മോളെ കിട്ടിയാൽ കൊള്ളാന്ന് വലിയ താല്പര്യമുണ്ട്. എന്നാൽ ഈ മുതലെ കാണുമ്പോ ആറ്റിലോട്ട് ചാടാൻ തോന്നുന്നു. ഒരു ഇടയച്ചെറുക്കൻ അവിടെ വന്ന് അവനിങ്ങനെ ഈ ആൾക്കൂട്ടം കണ്ടു. അവനെ വന്നത് എന്തോ കാര്യം ചോദിച്ചു. ആളുകൾക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ല. വൃത്തം പിടിച്ച വീട് തെളിവുള്ളൂ. അവൻ ആറ്റിലോട്ട് വീണു. അവനെങ്ങനെ ആറ്റിൽ വീണ് അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി. ഏതായാലും അവനെ അങ്ങനെ രാജാവിന്റെ ചങ്കിടിച്ചു പോയി. നീ എന്തോ ചെയ്യുന്നു? അവൻ തിരിച്ചു വന്നു. രാജാവിനോട് ചോദിച്ചു, എന്തോ നിനക്ക് രാജകുമാരിയെ വേണോ? അവൻ പറഞ്ഞു, എനിക്ക് വേണം. അപ്പൊ രാജാവിന്റെ ആശ്വാസമാണ്, രാജ്യത്തിന്റെ പകുതിയാണോ നിനക്ക് വേണ്ടത്? എനിക്ക് വേണ്ട. അപ്പൊ രാജാവിന്റെ ഒത്തിരിയോട് ആശ്വാസമായി. നിനക്ക് എന്താ വേണ്ടത്? എന്നെ ആ പിടിച്ച് തെളിയൊരു കാണിച്ചു തരണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണക്കാല സെമിനാരിയിൽ ഒരു MTech പഠിക്കാൻ ഒരാളോ ഓൾറെഡി ഒരു PhD ഉള്ള ആള്, നല്ല അംഗീകാരമുള്ള PhD ഉള്ള ആള് എന്നോടൊന്ന് പറഞ്ഞു, പറയാം ഞങ്ങൾക്ക് കോട്ടയം സെമിനാരിയിലെ പ്രിൻസിപ്പലിന്റെ ഒരു കോഴ്സ് ചെയ്യാൻ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിടാം. എന്നെ കേൾക്ക തന്നെ അടുത്ത് കൂടെ നിൽക്കുന്നതുകൊണ്ട് പറയാം, നമുക്കൊന്ന് മുട്ടാവില്ല. ഞാനങ്ങ് വണ്ടെടുത്തു. ഈ ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ പറയാ ആ ടീച്ചറിനെ ഞങ്ങൾക്ക് ഒന്ന് വിട്ടു തരണം. ഇതിന് പറയാ എന്തിനു വേണ്ടിയാ? 2 ക്ലാസ് ഉണ്ടാക്കാം. സമ്പൂർണനായ ഒരു ക്രിസ്തുവുണ്ട്, സമ്പൂർണനായ ഒരു പരിശുദ്ധാത്മാവുണ്ട്, സമ്പൂർണനായ ഒരു പ്രമാണമുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു? ഈ വിശ്വാസയാത്രയിൽ എന്നെയും നിങ്ങളെയും ചൂണ്ടയിട്ട് പിടിച്ച് ഈ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ കൊണ്ടുപോകാൻ 1000 ശക്തികൾ ഈ ലോകത്തിൽ പ്രവർത്തിക്കും. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ എന്നെ ഈ സുവിശേഷ വേലയ്ക്കകത്ത് തന്നെ എങ്ങോട്ടെല്ലാം ഉള്ള വലികൾ ഇതിനോടായി തന്നെ ഉണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ ഒരിക്കലും ഒരു വിസിറ്റ് നടത്തിയുള്ളൂ. ആകെ ഒരു വിസിറ്റ് നടത്തിയുള്ളത് അമേരിക്കയിലായിരുന്നു. അന്ന് എന്നെ ഒരു വലിയ പണക്കാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പുള്ളിക്ക് ഒരുപാട് വീടുകൾ ഈ ദേശത്തുണ്ട്, ഇവിടെ എല്ലാം അപ്പുറത്തോട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, വലിയ ഓൾഡ് ഏജ് ഹോം നാട്ടിൽ നടത്തുന്ന പാസ്റ്റർ ചെയ്യാവുന്നു. എനിക്ക് ആ വിളിയില്ലെന്നു. വ്യക്തമായി ഞാൻ പറഞ്ഞു, എനിക്ക് ആ വിളിയില്ലെന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കുറെ കൂടെ ചെറുപ്പമായിരുന്ന സമയത്ത് ഞാൻ ആയിരുന്ന സഭയുടെ നേതാവ് എന്നെ വിളിച്ച് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ഹെഡ് ഓഫീസിലോട് കൂടെ വരണമെന്ന്. ഞാൻ പറഞ്ഞു, കഴിവതും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ സ്റ്റേറ്റ് തലത്തിൽ ചില ചുമതലകൾ ജോസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ചുമതല ഞാൻ ഏൽക്കത്തില്ല. പുള്ളി ചോദിച്ചു, അതെന്താ, അതിന്റെ കാരണം എന്താ? ഞാൻ പറയാം, ട്രെയിനിലൊക്കെ സൈഡിൽ എഴുതി വെച്ചപ്പോൾ ലെസ് ലഗേജ് മോർ കംഫർട്ട്. ലഗേജ് കുറഞ്ഞിരുന്നാൽ യാത്ര സുഖം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഒത്തിരി ആവശ്യമില്ലാത്ത ലഗേജ് പല ദൈവമക്കളും എടുത്ത് പോകണമല്ലോ. കർത്താവ് പറഞ്ഞു, മകളെ ഇത് എന്റെ മണ്ടയിലോട്ട് വെക്ക്. സ്തോത്രം. പക്ഷെ വെച്ചിട്ട് ഇനി മാറാൻ പറ്റത്തില്ല. അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ എടുത്തങ്ങ് തോളെ വെക്ക്. പണ്ട് കാളവണ്ടിക്കകത്തിൽ വെച്ചിട്ട് ഇതിനകത്ത് കയറിക്കോളാൻ പറഞ്ഞിട്ടും തലയിൽ ഭാരവും വെച്ചുകൊണ്ട് കാളവണ്ടിക്കകത്ത്. അതെന്താണ് കാരണം? നമുക്ക് ഉറച്ചിട്ട് എന്നെ വിളിച്ചത്
കൊള്ളാം. ഹല്ലേലൂയ. എന്നെ വിളിച്ചവൻ എന്റെ ഭാര്യ എടുക്കുമോ? ഞാൻ 4 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ആ ഭാര്യ ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പൊ ദൈവം എടുക്കുമോ? അതാ ഞാൻ തന്നെ എടുക്കാം. എന്നാ എന്റെ തല ഇരുന്നോട്ടെ. പിന്നെയും പ്രാർത്ഥിക്കുക, തലയെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നോ, കർത്താവ് പറഞ്ഞില്ലേ, വെക്കാൻ പറഞ്ഞില്ലേ. എന്നാൽ കർത്താവിന് എടുക്കാനൊരു സമയമുണ്ട്. അത് ചിലപ്പോ 3 കൊല്ലം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോ 4 കൊല്ലം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോ 40 കൊല്ലം കഴിഞ്ഞായിരിക്കാം. പക്ഷെ ഒരു കാര്യം, വെക്കാൻ പറഞ്ഞവൻ നിന്നെ ഈ 40 കൊല്ലം ഈ ഭാരം നിന്നെ ഊരിക്കാൻ അനുവദിക്കുന്നില്ല. നിന്നെ എടുത്ത് എന്റെ തലയിൽ വെക്കെന്ന് പറഞ്ഞെങ്കിൽ അതുകൊണ്ട് നിനക്കൊരു ദോഷം വരാതെ ആ ഭാരവും ജീവിതത്തിൽ ഒരനുഗ്രഹമാക്കി തന്നെ അവനെ നടത്തും. അതുകൊണ്ട് എന്റെ ഭാരം കർത്താവ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കരുത്, ചിന്തിക്കരുത്, അതാകുലപ്പെടരുത്. പൗലോസ് പറഞ്ഞ പോലെ പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഒരുത്തനെ അറിയാം. വേറെ ഒരുപാട് പേരെ എനിക്ക് ഒരുത്തനെ അറിയാം, എനിക്ക് ഒരുത്തനെ അറിയാം. ഞാൻ അതിനകത്ത് ഇളകേണ്ട ആവശ്യമില്ല. അവൻ മാറുന്നവരല്ല, അവൻ ഇളകുന്നവരല്ല. എന്തെല്ലാം മാറിയാലും, അതുകൊണ്ട് ഭൂമി മാറിയാലും, അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിയാലും, ഇതെല്ലാം മാറിയാലും മാറാത്ത ഒരുവനുണ്ട്. ഞാൻ അവനെ അറിയുന്നു. കർത്താവ് സ്തോത്രം. അതുകൊണ്ട് വേരൂന്ന് അടിസ്ഥാനപ്പെട്ട് ഇളകാതിരിക്കുക, പുതിയ വഴികൾ അന്വേഷിക്കരുത്. നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികളും ശബരിമലയ്ക്ക് പോകുമ്പോ അവിടെ കുറച്ച് പൈസ കൊടുക്കുന്നവരുണ്ട്. ഞാൻ ബന്ധുക്കുസാരല്ല, ബന്ധുക്കുസാരം ചെയ്തില്ലായിരിക്കും. ചില ക്ഷേത്രത്തിൽ പോകുമ്പോ അവരുടെ പേരിലുള്ള ഒരു കോഴിയെ കൂടെ കൊടുത്തു വിടുന്നവരുണ്ട്. പണ്ടൊരു വല്യമ്മ ഫോട്ടോയെ എല്ലാം വന്നിച്ച് പിശാചിനെ ഒന്ന് വന്നിച്ച പോലെ. എന്തിനാണെങ്കിലും പറഞ്ഞു അറിയാൻ പറ്റുമോ ഇനി അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഇൻ കേസ് എന്നോട് വൈരാഗ്യം ഒന്നും കാണിക്കാതെ. പക്ഷെ അത് പറഞ്ഞ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആകെ വൈരാഗ്യമേ ഉള്ളൂ, പല്ലുകടിയും. അതാണ് അവിടെ ഉള്ളത്. എല്ലാം പല്ലുകടിയാണ് അവിടെ. അതുകൊണ്ട് പിശാചിനെ വധിച്ചാലും ചെന്നാൽ പിന്നെ ചെന്നത് തന്നെ. കാരണം അവിടെ നിന്നുള്ള പ്രത്യേകത ഒന്നുമില്ല. കാരണം ഇയാളെ ഇട്ടേക്കുന്നത് ബോട്ടംലെസ് കിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോട്ടംലെസ് കിറ്റ്, അടിവശമില്ല, അങ്ങനെയുള്ളത് ഇട്ടതുകൊണ്ട് ആരെയും ഒന്ന് സഹായിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മോട് പറയുക, സ്ഥിരതയുണ്ടായി. ഞാൻ പ്രാപിച്ചത് എന്താണെന്ന് അറിയണം, ഞാൻ പ്രാപിച്ചത് എങ്ങനെയാണെന്ന് അറിയണം, എനിക്ക് എന്താണ് ദൈവം തന്നതെന്ന് അറിയണം. ഞാൻ ഇളകാതെ ഇരിക്കണം. എന്റെ ആത്മീയവും ഇളക്കമല്ല. പാട്ടുപാടിയത് ഇളക്കമല്ല, ഈ ഡ്രം അടിച്ചത് ഇളക്കമല്ല, ഞാൻ ദൈവത്തെ സ്തുതിച്ച ഇളക്കമല്ല. അതിന്റെ കാരണം അകത്ത് അടിസ്ഥാനത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആ അടിസ്ഥാനത്തെ നിന്നുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിച്ചത്. ആ അടിസ്ഥാനത്തെ നിന്നുകൊണ്ടാണ് എന്റെ സർവ്വശക്തിയും എടുത്ത് ഹല്ലേലൂയ പറഞ്ഞത്. ആ അടിസ്ഥാനത്തെ നിന്നുകൊണ്ടാണ് എന്റെ സർവ്വ ശബ്ദവും എടുത്ത് അവൻ നല്ലവനാണെന്ന് ഞാൻ പാടിയത്. ഇവിടെ പാടാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ പാടും. ഞാൻ ഇവിടെ മാത്രം പാടുന്നതാണ്. എന്റെ വീട്ടിൽ ഇരിക്കുമ്പോഴും ഞാൻ പാടും. അത് 1, 2 ഒന്നുമല്ല, ഞാൻ ഒരുപാട് ഇരുന്നത് പാടും. ചിലപ്പോൾ പാട്ട് ഒത്തില്ലെന്ന് എനിക്ക് പ്രശ്നമല്ല. ചിലപ്പോൾ എന്റെ ഭാര്യ പറയും എന്തൊരു പാട്ടാണ്. ഞാൻ സമ്മാനം മേടിക്കാനല്ല പാടുന്നത്, എനിക്കൊരു പ്രത്യേക കാരണമാണ് പാടുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഭാര്യ നല്ലപോലെ പാടും, അതുകൊണ്ടായിരിക്കും അവരോട് വലിയ ഇഷ്ടമാണ്, നന്നായിട്ട് പാടും. നിങ്ങളിൽ പലരും കോട്ടയം ഫിലദൽഫിയ സഭയിൽ വന്നവർ. ആ കോട്ടയം ഫിലദൽഫിയ സഭയിലെ ജോർജ് സാറിനെ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നവരാണ്. ജോർജ് സാർ ഒരു ദിവസം അവിടുത്തെ പിയാനോ വായിക്കുന്ന പയ്യൻ, അവനിങ്ങനെ രാവിലത്തെ വർഷിപ്പ് കഴിഞ്ഞ് പിയാനോ വായന കഴിഞ്ഞ് വേർത്ത് കുളിച്ചിങ്ങോട്ട് വന്നപ്പോ നീ എന്തിനാണ് ഇങ്ങനെ വേർത്ത് കുളിച്ചു? അവൻ പറഞ്ഞു, എന്നോട് ചർച്ചിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഓളം ഉണ്ടാകും. അതിന് അവൻ കിടന്ന് വേർത്ത് കുളിക്കും. സ്തോത്രം. ഇവിടെ അങ്ങനെ ആരും വേർത്ത് കുളിക്കണ്ട. ഇവിടെ ആ ഓളം ഒന്നും ഇവിടെ വേണം. ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഓളമല്ല, അകത്തുനിന്നാണ് ഓളം. അടിസ്ഥാനത്തെ ആ ഓളം വരുന്നത്. അതെ, ചങ്കിനകത്തുനിന്ന് തന്നെ ആ ഓളം തൊടുന്നത്. ഹല്ലേലൂയ. അത് വേറെ ആർക്കും തട്ടാൻ പറ്റാത്തതാണ്. തമ്പുരാന്റെ തട്ടലവിടെ. അവിടെ ആ സ്പർശനം അനുഭവിക്കുന്നതാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം. എന്റെ ശക്തിയെല്ലാം എടുത്ത് ഒച്ച അടച്ചാലും പിന്നെയും എന്റെ കർത്താവ് നല്ലവനാണെന്ന് പറയുന്നത് അകത്ത് തട്ടലുണ്ടാകുന്നത്.
ഹല്ലേലൂയ. എന്നെ ആരും ഇളക്കേണ്ട ആവശ്യമില്ല. ചില വിശ്വാസികളോട് പാസ്റ്ററെ ഞങ്ങളെ ഒന്ന് ഉണർത്തു പാസ്റ്ററെ. കർത്താവിന് സ്തോത്രം. അതെന്റെ ജോലിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിസ്ഥാനമാണ്, ഇളകാത്തതാണ്, ഉറച്ചതാണ്, സ്ഥിരതയാണ്. ഞാൻ പ്രാപിച്ചതെന്താണെന്ന് എനിക്കറിയാം. കർത്താവ് എനിക്ക് തന്നതെന്താണെന്ന് അറിയാം. എന്നെ എവിടെ നിർത്തിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ രാവിലെ ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ ഈ രാവിലെ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഒരുങ്ങി വന്നതാണ്. ഞാൻ ആർത്തിയോടെ വന്നതാണ്. ഞാൻ ആഗ്രഹത്തോടെ വന്നതാണ്. ഞാൻ പ്രത്യാശയോടെ വന്നതാണ്. ഞാൻ പ്രതീക്ഷയോടെ വന്നതാണ്. എനിക്ക് ഒന്ന് വേണം, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അത് അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. വേറെ ഒരു ഇടപാട് ഇവിടെ നടത്തരുത്. എന്നെ കാണാൻ ആരും വരണ്ട, വേറെ ആരെയും കാണാൻ വരണ്ട. ഹല്ലേലൂയ. ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ തമ്മിൽ ആവശ്യമില്ലാത്ത ഈ ട്രാൻസാക്ഷൻസും ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഞങ്ങളുടെ നാട്ടിൽ രണ്ട് ബന്ധുക്കൂസുകാർ, പഴയ ബന്ധുക്കൂസുകാരുണ്ടായിരുന്നു. അല്ല, ഒരുത്തം വീട് പണി, രണ്ടുപേരും വീട് പണിയോണ്ടിരിക്കും. അപ്പൊ ചേട്ടന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഒരിയാൾക്ക് ഞങ്ങളുടെ സിമെന്റ് തീർന്നു, ഒരിയാൾക്ക് സിമെന്റ് തരാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ ഉടനെ ഒരു വാക്യം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരായ്മ വരാതിരിക്കുവാൻ അതല്ല കാര്യം. ആവശ്യമില്ലാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും PFPA വേണ്ട. കർത്താവിന്റെ സ്തോത്രം. ഇവിടേക്ക് വരുന്നത് ഒറ്റ കാര്യത്തിന്. ഹല്ലേലൂയ. അതിന്റെ അടിസ്ഥാനമാണ്, എന്റെ ഫൗണ്ടേഷനാണത്. അതെന്റെ വിളിയാണ്, അതെന്റെ ജീവിത ലക്ഷ്യമാണ്. ഞാൻ അതിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു മറന്ന് അതിലേക്ക് ഓടുന്നു. ഞാൻ പറഞ്ഞു ഉപേക്ഷിച്ച് അതിലേക്ക് ഓടുന്നു. ഞാൻ പറഞ്ഞു ചാവാൻ വേണ്ടി അതിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അവനിലല്ലോ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കുക. മനുഷ്യന്റെ സമുദായ പ്രകാരമല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ. ഹല്ലേലൂയ. അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രഹത്തിലും മരിച്ചവരായ നിങ്ങളെ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശ് തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ദൈവവചനം പറയാ, കർത്താവിന്റെ മകനെ, മകളെ, നിന്റെ കടമെല്ലാം കൂടെ ഹല്ലേലൂയ ഒറ്റ ദിവസം അതെല്ലാം കൂടെ ഒരാണിയിൽ തറച്ചു വെച്ചു. അത് സാധാരണ ആണിയൊന്നുമല്ല, ആ ക്രൂശിലെ നീണ്ട ആണിയും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് പഴയ കടക്കാരോടൊന്നും നിനക്ക് ഒരു ബാധ്യതയില്ല. ധൈര്യത്തോടെ പറയണം, എനിക്കോ എനിക്കുള്ളതിനോ എന്റെ ശരീരത്തിനോ എന്റെ സമ്പത്തിനോ എന്റെ തലമുറകൾക്കോ ഒരു ബാധ്യതയുമില്ല. അതെല്ലാം അവിടെ തറച്ചു തീർത്തതാണ്, തറച്ചു തീർത്തതാണ്. അതവിടെ എടുക്കാൻ പറ്റുന്നതല്ല, ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. അത് മുഴുവൻ തികച്ചു തീർത്തു, ക്രൂശിൽ തറച്ചു. ഒരിളക്കവും പറ്റുന്നതല്ല. ഹല്ലേലൂയ. അതെല്ലാം അവിടെ തീർന്നു. എനിക്കിനി ഒരു പാപമില്ല, എനിക്കിനി ശാപമില്ല. ഞാൻ ചെയ്യുന്ന പാപമേ ഉള്ളൂ, അതിലൊന്നും പറയരുത്. എന്നാ എന്റെ കടമെല്ലാം തീർത്തു. സ്തോത്രം. എനിക്ക് ശാപമില്ല. ഒരു പാസ്റ്ററും എനിക്ക് വേണ്ടി ശാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരു പാസ്റ്ററും എന്റെ ശാപം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വല്ല ശാപം ഉണ്ടാക്കി വെച്ചെങ്കിൽ
അതിന്റെ ക്രമീകരണം ഞാൻ വരുത്തും. വീട്ടിൽ വന്ന് വെറുതെ കണ്ണീരോടെ വീട്ടിൽ നിറക്കി വിട്ടെങ്കിൽ അത് ഈ നാട്ടിലെ സകല ഭാഷന്മാർ പ്രാർത്ഥിച്ചാലും ആ ശാപം മാറും. അത് ഇറക്കി വിട്ടവരെ തിരിച്ച് വീട്ടിൽ കയറ്റി കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരിച്ച് സന്തോഷമായി കഴിയുമ്പോഴേ ആ ശാപം മാറുന്നു. പ്രാർത്ഥിച്ച് മാറ്റേണ്ട ശാപമൊന്നുമില്ല. അതെല്ലാം ക്രൂശിയെ തറച്ചു. സ്തോത്രം. ഇളക്കാൻ പറ്റത്തില്ല, അനക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പിച്ചതാണ്, എന്നേക്കുമായിട്ട് ഉറപ്പിച്ചതാണ്, നിത്യമായി ഉറപ്പിച്ചതാണ്. 2000 വർഷം മുമ്പ് ഉറപ്പിച്ചതാണ്, അല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ അത് ഉറപ്പിച്ചതാണ്. ഇനി ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ട് പറയുക, അതിക്രമങ്ങളൊക്കെയും ബാക്കിയൊന്നുമില്ല നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്, ഒരു കാലത്ത് എനിക്കെതിരെ കയ്യെഴുത്തുണ്ടായിരുന്നു. ആ കയ്യെഴുത്തിന്റെ അടിയിൽ എന്റെ സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. KG ജോസ്, അവന്റെ പേരിൽ ഇത്രയും കടകിടപ്പുണ്ട്. അതെന്റെ ബാധ്യതയായി. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം ഞാൻ പരിപൂർണനായവനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എന്റെ ആ പേപ്പർ, ഞാൻ ഒപ്പിട്ട് വെച്ചിരുന്ന എന്റെ ബാധ്യതയുടെ പേപ്പർ എടുത്ത് അവൻ ക്രൂശയെ കൊണ്ട് തറച്ചു. എന്റെ ബാധ്യതയെല്ലാം അവിടെ മാറി. ഞാൻ സ്വതന്ത്രനായി. ഇനി ആരും എന്റെ കോളെ കയറി പിടിക്കത്തില്ല. പിശാച് എന്റെ പുത്രി കയറി പിടിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന് പുത്രി കയറി പിടിക്കത്തില്ല. ലോകത്തിൽ ഇന്നുവരെ പിന്നെ ആരും പുത്രി കയറി പിടിക്കത്തില്ല. പണ്ട് പിടിച്ചിട്ട് ആരും ചോദിച്ചിട്ടില്ല, പാസ്റ്റർ എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്ത് എന്താന്ന് ആരും ചോദിച്ചിട്ടില്ല. ഇത്രയും നാളത്തെ ജീവിതത്തിൽ എന്റെ തമ്പുരാൻ ഞാൻ ഇവിടുത്തെ അപമാനം ഉണ്ടാക്കി. എന്നോട് ആരും ചോദിച്ചിട്ടില്ല, നീ എന്താ ഇങ്ങനെ ചെയ്തത്, നിനക്കെന്താ ഇങ്ങനെ. ഹല്ലേലൂയ. എന്റെ ബാധ്യത എല്ലാം, എനിക്കതുകൊണ്ട് കർത്താവിനോട് ഭയങ്കര സ്നേഹമുണ്ട്. എന്റെ ബാധ്യത എല്ലാം ക്രൂശിയെ തറച്ചോണം. കർത്താവിന് സ്തോത്രം. അതല്ല, എനിക്കെതിരെ ഇനി ഒരു എഴുത്തുമില്ല ഈ ലോകത്ത്, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും. എനിക്കെതിരെ ഒരു റൈറ്റിംഗും ഇല്ല. അല്ല, എനിക്ക് പ്രതികൂലമായിരുന്നല്ല, എനിക്ക് അനുകൂലമാക്കിയിട്ട് ഇനി പിതാവിന്റെ പക്കൽ എഴുത്തുണ്ട്. അതെനിക്ക് അനുകൂലമായ എഴുത്താണ്, എനിക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ എഴുത്താണ്. ആ എഴുത്താണ് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിനകത്ത് എന്റെ പേര് എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി അനുകൂലമായ ഒരു എഴുത്തോടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതിന് വിരുദ്ധമായ ഒന്നിനോട്ടും പോകുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഈ ലോകത്തിൽ ഒത്തിരി വാഴ്ചകളുണ്ട്, ഈ ലോകത്തിൽ ഒത്തിരി അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ ഇതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല. ഫിലദൽഫിയയിൽ എന്തൊക്കെ വാഴ്ചയുണ്ട്, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായാലും എന്നോട് ദൈവം പറഞ്ഞു, ഇതൊന്നും നിന്റെ മണ്ടയ്ക്ക് ഒരു സ്വാധീനമില്ല, നിന്റെ ബാധ്യത അതുമായിട്ടില്ല. നീയും ആ വാഴ്ചകളും തമ്മിൽ ഒരിടപാടില്ല. കർത്താവിന്റെ സ്തോത്രം. നിന്നോടുള്ള ബന്ധത്തിൽ ഈ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും അവരുടെ സകല ആയുധങ്ങളും ഞാൻ പിടിച്ചു വെച്ചു. നിനക്കെതിരെ പ്രയോഗിക്കാൻ ഈ വാഴ്ചയുടെയോ അധികാരത്തിന്റെയോ കയ്യിൽ യാതൊരു ആയുധവുമില്ല. എനിക്കെതിരെ ഒരു ആയുധമില്ല. ഹല്ലേലൂയ. എനിക്കെതിരെ ഒരു ആയുധമില്ല. എനിക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളെ എല്ലാം നിർവീര്യമാക്കി കളഞ്ഞു. ഇനി ഒരു ആയുധവും വലിക്കുന്നില്ല. വാഴ്ചകളുടെ കയ്യിലുള്ള ആയുധവും അധികാരങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളെയും അവൻ അവയെ ആയുധവർഗം വെപ്പിച്ചു. പിന്നെ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി കൈയെഴുത്തു വായിച്ചു. അത് റബ്ബർ കൊണ്ട് വായിച്ചതല്ല, തന്റെ പുത്രന്റെ രക്തം കൊണ്ടാണ് വായിച്ചത്. രക്തം കൊണ്ട് കവർ ചെയ്തതാണ്. ഹല്ലേലൂയ. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും
ഓ, ഞാൻ ആ ജയാളിയുടെ പിന്നാലെ പോകുന്ന ഒരു ജയാളിയാണ് ഞാൻ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കയ്യിൽ നിന്ന് രണ്ട് കാര്യമാണ്. ആയുധവർഗം വെപ്പിച്ചു, അവന്റെ യൂണിഫോം താഴെ വെച്ചു. ഈ ലോകത്തിൽ ഏത് അധികാരത്തിനും രണ്ട് കാര്യമാണോ? ഒന്ന് യൂണിഫോമിന്റെ അധികാരം, പിന്നെ കയ്യിലിരിക്കുന്ന ആയുധത്തിന്റെ അധികാരം. ഇവിടെ രണ്ടും എടുത്തു പറഞ്ഞേക്കുക. അവന്റെ യൂണിഫോം ഞാൻ താഴെ വെപ്പിച്ചു, അവന്റെ ആയുധവർഗവും ഞാൻ താഴെ വെപ്പിച്ചു. ഇനി നിനക്കെതിരെ ഒരു യൂണിഫോമും ഇല്ല, നിനക്കെതിരെ ഒരു ആയുധവർഗവും ഇല്ല, ഒരു അധികാരവും ഇല്ല. വാഴ്ചകളും അധികാരങ്ങളും എല്ലാം നിനക്കെതിരായിട്ട് നിൽക്കാതെ വേണം. എന്താ പേര് ഉറപ്പുണ്ടോ? ഹല്ലേലൂയ. ഒരായുധവും ഇല്ല എനിക്കെതിരെ, പറ്റത്തില്ല, ഫലിക്കത്തില്ല. കർത്താവിന്റെ സ്തോത്രം. ഒരു അധികാരവുമില്ല. ഹല്ലേലൂയ. എന്നെ വിളിച്ചവന്റെ അധികാരമാണെങ്കിലും. എന്നിട്ട് പറയാ, അതുകൊണ്ട് ഭക്ഷണ പാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഒരമ്മ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്, അപ്പനുമില്ലാതെ വിധവയായ അമ്മ തന്റെ വളരെ അധ്വാനത്തോട് ഒറ്റ പുത്രനെ വളർത്തിക്കൊണ്ട് വരിക. അവനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു, സൂക്ഷിച്ചു, സ്കൂളിൽ കൊണ്ടുപോയി, അവിടെ കൊണ്ടവന് പൊതി കൊടുത്തി, അവന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ അമ്മ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഒരു ദിവസം ഒരുത്തം വന്ന് ഈ അമ്മയോട് പറയുന്നത്, അമ്മേ, നിങ്ങളുടെ മോൻ അവിടെ വീടി വലിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. ഈ അമ്മ, അല്ല, നീ എന്റെ മോനെ തന്നെയാണോ കണ്ടത്? അവൻ ഏത് ഉടുപ്പായിട്ടിരുന്നത്? ഇന്ന ഉടുപ്പായിട്ട്. അവനെ തന്നെ ഇല്ല, എന്റെ കുഞ്ഞങ്ങനെ ചെയ്യത്തില്ല, അവൻ വീടി വലിക്കത്തില്ല. അമ്മയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മ പറയുന്നു, അവനെ വേറെ വല്ല കുഞ്ഞുങ്ങളും ആയിരിക്കും, എന്റെ മോൻ ആയിരിക്കത്തില്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല. എന്റെ മോനെ ഞാൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന, അവനെ കൊണ്ട് ഇന്ന് രാവിലെ അവന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് അവനെല്ലാം കണ്ടായിട്ടാണ് അവൻ സ്കൂളിലോട്ട് പോയത്. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് പറയുക, എന്റെ മോനെ, എന്റെ മോളെ, നിന്നെ കുറിച്ച് ആരും നിന്നെ വിധിക്കരുത്. എന്റെ മകനെ, എന്റെ മകളെ, എനിക്കത് സന്തോഷമുള്ള കാര്യം. നിന്നെ വിധിക്കരുത്. നീ എന്റെ വകയായവർക്ക്, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മുതൽ മുടക്കിയത് കൊണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത് കൊണ്ട്, നിനക്കെതിരായതെല്ലാം മാറ്റി നിന്നെ സ്വതന്ത്രനാക്കിയത് കൊണ്ട്, നിന്റെ ബാധ്യതയെല്ലാം ഞാൻ ഏറ്റെടുത്തത് കൊണ്ട്, എന്റെ മകനെ, എന്റെ മകളെ, നിന്നെ ആരും വിധിക്കുന്നത് എനിക്ക് പൊറുക്കത്തില്ല. അതെനിക്ക് വലിയ വിഷമമുള്ള കാര്യം. അതുകൊണ്ട് നിന്നെ ആരും വിധിക്കരുത്. ഈ സ്നേഹിക്കുന്ന അപ്പം പറയുന്ന ഇന്ന് രാവിലെ നമ്മൾ അതുപോലെ കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടമല്ല ഇത്ര വില കൊടുത്ത ഒരു പൈതലിനെ വേറൊരാൾ വിധിക്കുന്നു. ഈ ലോകം വിധിക്കുന്നത് ഇഷ്ടമല്ല. വലിയ കഥയൊന്നും അതിനകത്തില്ല. കഥയില്ലെങ്കിൽ ദൈവം പറയുക, വിധിക്കരുത്. സ്തോത്രം. എന്ത് കാര്യത്തില? സില്ലി കാര്യങ്ങളാണ്, വലിയ കഥയില്ലാത്ത കാര്യങ്ങളാണ്. നിന്റെ രക്ഷയെ ശരിക്കും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലിത്. എന്നാലും ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം നീ ഓർക്കണം. നിന്നെ വേറൊരുത്തൻ കണ്ടം ചെയ്ത് വിരിക്കാണ്, നിന്നെ വേറൊരുത്തൻ കണ്ടം ചെയ്ത്, നിന്നെ വേറൊരുത്തൻ ജഡ്ജ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല മോനെ, മോളെ. നീ അതിന് അവസരം കൊടുക്കുക. എന്താണ്? ഭക്ഷണപാനീയങ്ങൾ. കർത്താവ് പറഞ്ഞു, നിനക്ക് ഏത് ഭക്ഷണവും കഴിക്കും. പഴയ നിയമത്തിലേ ഉള്ളായിരുന്നു, അതിനകത്തിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത്. ശുദ്ധിയുള്ളത്, ശുദ്ധിയില്ലാത്തത്. അതെന്തിനു വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞത്, ഈ ലോകത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്. നീ ജീവിക്കുന്ന ലോകത്തിൽ അത് അത്ര വ്യക്തമല്ല. എന്നാൽ നീ ദൈവവേദനായോണ്ട് നിനക്കത് കുറച്ചുകൂടി വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്
ഞാൻ നിനക്ക് ശുദ്ധിയുള്ള മൃഗങ്ങൾ, ശുദ്ധിയില്ലാത്ത മൃഗങ്ങൾ എന്ന വേർതിരിവ് നിനക്ക് തന്നു. നീ അതിനകത്തൂടെ ഒരു പാഠം പഠിക്കണം. എന്റെ ദൈവത്തിന് ഒരു വിശുദ്ധ പ്രമാണമുണ്ട്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാം വിശുദ്ധമല്ല. വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിക്ക് യോഗ്യമല്ലാത്ത പലതിൽ നിന്നും ഞാൻ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കണം. ഞാൻ വേർതിരിഞ്ഞിരിക്കണം. അത് ഈവൻ ഞാൻ തിന്നുന്നതിനകത്ത് വരെ ദൈവത്തെ പഠിപ്പിക്കുക. എന്നാ പുതിയ നിയമത്തിലുള്ള ദൈവത്തിനോട് പറയുക, ദൈവത്തില് നിനക്ക് പന്നിയിറച്ചി തിന്നാൻ കുഴപ്പമൊന്നുമില്ല. ക്രിസ്ത്യാനിക്ക് പന്നിയിറച്ചി തിന്നരുതെന്നില്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവം തന്നിരിക്കുന്ന നല്ല പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അതുകൊണ്ട് വേറൊരുത്തൻ അതിന്റെ പേരിൽ നിന്നെ വിധിക്കരുത്. അതെനിക്കിഷ്ടം. നിനക്കെല്ലാം തിന്നാം. പക്ഷേ നീ തിന്നിട്ട് നീ തിന്ന വിഷയത്തിൽ നീ എന്റെ മകനായതുകൊണ്ട്, നീ എനിക്ക് പ്രിയനായതുകൊണ്ട്, ഞാൻ നിന്നെ വിലയേറിയവനായി കണ്ടതുകൊണ്ട്, നിന്റെ വിലയേറിയ വില ഞാൻ കൊടുത്തത് കൊണ്ട് നിന്നെ ഈ വിഷയത്തിൽ ഒരുത്തൻ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ അത് അതുപോലെ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ കഴമ്പില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് കുറെ കഴമ്പുണ്ട്. കഥയില്ലെന്ന് വിചാരിക്കുന്ന കാര്യത്തിന് കുറച്ച് കഥയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുക, സ്നേഹത്തോടെ പറയുക, കൃത്യമായിട്ട് പറയുക, എന്റെ കുഞ്ഞെ, നിന്നെ വിധിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ വേറൊരുത്തൻ വിധിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ ഈ ലോകത്തിൽ വേറൊരുത്തൻ ഖണ്ഡം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനുള്ള ഒരു വഴി കഥയില്ലാത്ത കാര്യത്തിൽ പോലും നീ വെച്ചു കൊടുക്കരുത്. പ്രായോഗിക ജീവിതത്തിൽ അവരവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ അതിന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും, എന്റെ ഭക്ഷണം, എന്റെ വസ്ത്രം, എന്റെ പാർപ്പിടം, ഹല്ലേലൂയ, എന്റെ വാഹനം, എന്റെ കിടക്ക, ഹല്ലേലൂയ, എന്റെ ബെഡ്റൂം, എന്റെ ഊണുമുറി, എന്റെ സിറ്റിംഗ് റൂം, എന്റെ ഫോൺ, എന്റെ മൊബൈൽ, എന്റെ ഇന്റർനെറ്റ്, എന്റെ ഐപാഡ്, അതിനെ മകളെ, നിന്നെ ആരും അതിനകത്ത് കണ്ടം ചെയ്യരുത്. ഇതൊന്നും നിനക്ക് നോ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൽ ഒന്നുകൊണ്ടും നിന്നെ ഒരാള് വിധിക്കരുത്. സ്നേഹിക്കുന്ന അപ്പം പറയുക, എനിക്കത് ഇഷ്ടമല്ല. ഭക്ഷണപാനങ്ങൾ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ഹല്ലേലൂയ നിന്നെ ആരും വിധിക്കരുത്. ഹല്ലേലൂയ. കാരണം ഈ വക വരുവാനിരുന്നവയുടെ നിഴലത്തെ വലിയ മനുഷ്യൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ വലിയ മനുഷ്യന്റെ നിഴല് കുറെ ദൂരെ വെച്ചേ കാണാം. എന്നെ പോലെ കൊച്ചു മനുഷ്യരാണെങ്കിൽ ഇത്രയ്ക്ക് ഇത്ര ദൂരത്തെ നിഴല് വരും. വലിയ മനുഷ്യരാണെങ്കിൽ എന്താ പറയാ, ഒരു വലിയ മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വരാനുണ്ടായിരുന്നു. അതാണ് നിന്റെ രക്ഷകനായ യേശു. ആ വലിയ മനുഷ്യൻ വരുന്നത് കൊണ്ട്, ആ മനുഷ്യൻ വരുന്നതിന് മുമ്പ് ആ വലിയ മനുഷ്യന്റെ നിഴൽ ഈ ഭൂമിയിൽ കുറെ നാളായിട്ട് ഇങ്ങനെ പതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഥ പറയുക, ആ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും ആ വരുവാനിരിക്കുന്ന വലിയ മനുഷ്യന്റെ നിഴലായി. എന്നാൽ ഇനിയിപ്പം എനിക്ക് നിഴല് വേണ്ട. കാരണം ആ വലിയ മനുഷ്യനെ അവന്റെ മഹത്വത്തോടെ ഞാൻ കണ്ടു, അവന്റെ തേജസ്സോടെ ഞാൻ കണ്ടു, അവന്റെ പ്രഭാവത്തോടെ ഞാൻ കണ്ടു, അവന്റെ എല്ലാ അനുഗ്രഹങ്ങളോടെ എന്റെ മുമ്പാകെ അവൻ പ്രത്യക്ഷനായി.
ആ അനുഗ്രഹത്തിന്റെ ശബ്ദം എന്നെ പേര് ചൊല്ലി വിളിച്ചു, യോസേഫ് നീ എന്റെ പിന്നാലെ വാ, ഞാൻ നിനക്ക് ന്യായമായത് തരാം. ഹല്ലേലൂയ. ഒരിക്കലേ പറഞ്ഞു, അത് പറഞ്ഞു, ഇനി ആവർത്തിച്ച് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇളകേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ സ്തോത്രം. അവൻ ഒരിക്കൽ പറഞ്ഞാൽ അതെപ്പോഴും എന്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങിയിട്ടുണ്ട്, പിന്നെയും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ കർത്താവ് ഒരിക്കൽ പറഞ്ഞാൽ അത് നിരന്തരം ഒരു പ്രതിധ്വനിയായിട്ട്, ഒരു എക്കോ ആയിട്ട് എന്റെ ജീവിതത്തെ നിരന്തരം രൂപപ്പെടുത്താൻ മതിയായതാണ് ആ ഒറ്റ ശബ്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ.